ബി ശ്രീഭാമ SB. മക്കളെ, എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നോ, ഉഷാറായിട്ടിരിക്കുന്നോ? നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, മിസ് ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് വരുന്നത് അല്ലെ. സോ എല്ലാവരും അടിപൊളിയല്ലേ, സെറ്റ് അല്ലേ, പവർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. സോ ഏതാണ്, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ്, ഒരുപാട് ജീവികളെ കാണാൻ പറ്റും അല്ലെ. ഏറ്റവും കൂടുതൽ ജീവികൾ കാണുന്ന എവിടെയാ? കാടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ജീവികളെ കാണാൻ പറ്റും അല്ലേടാ മക്കളെ. കാട്ടിൽ ആരൊക്കെ ഉണ്ട്? നമ്മുടെ സിംഹമുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, ആടുണ്ട്, ആട് ഉണ്ടാവും, യെസ്, മാന്, അങ്ങനെ എല്ലാ വിധത്തിൽ എന്താണ്, ഒരുപാട് ജീവികൾ, ജന്തുക്കൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കാട്. അതൊരു വലിയൊരു ആവാസ വ്യവസ്ഥയാണ്, എക്കോസിസ്റ്റം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേടാ മക്കളെ. അപ്പൊ കാട്ടിൽ എന്തൊക്കെയുണ്ട്? ഒരുപാട് ജീവികളുണ്ട് അല്ലെ. ഇതാ ആന, അതേപോലെ ഇതാ പുലി, കടുവ, മാന്, കുരങ്ങൻ, അതുപോലെ ഒരുപാട് ജീവികൾ, സിംഹം, ഒരുപാട് ജീവികൾ കൂടി ചേർന്നതാണ്. അതുപോലെ സസ്യങ്ങളും അതുപോലെ വനങ്ങളും എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ കാട് അല്ലെ. അപ്പൊ ജന്തുക്കളെ പറ്റിയ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനില്ലേ? ആനിമൽ ലോഡ്, ജന്തുവിശേഷങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കലേട മക്കളെ, ഏതാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് നോക്കി, ഈ ജീവികളെല്ലാം നിങ്ങൾക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇത് നോക്കി, ചെറിയതായിട്ടുള്ള ഒരു പശുക്കുട്ടി അമ്മയുടെ അടുത്ത് നിന്ന് അല്ലെ, അതിന്റെ പശുവിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് എന്താണ്, പാല് കുടിക്കുന്നതാണ്. അതേപോലെ ഇതാ ആന, വലിയ ആന, കുഞ്ഞാനയും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, പാല് കുടിക്കുന്ന മൊത്തം ഇവിടെ വെച്ചിട്ടില്ലേ. അതേപോലെ ആട് നോക്കൂ, ആട് പാല് കുടിക്കുന്നു, അതുപോലെ മാന് പാല് കുടിക്കുന്നു. അപ്പൊ ഇവരുടെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇവരൊക്കെ പ്രസവിച്ചുണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ജീവികളെ നമ്മൾ ഒരു പേര് പറയും, അതാണ് മാമൽസ് അഥവാ സസ്തനികൾ എന്ന് പറയുന്നത്. മാമൽസ് ആർ ദ ക്രിയേച്ചേഴ്സ് വിച്ച് ഗീവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടുന്ന വളർത്തുന്ന ജീവികളാണ് നമ്മൾ മാമൽസ് അഥവാ സസ്തനികൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ മക്കളെ. പ്രസവിച്ച പാലൂട്ടി വളർത്താന്നുള്ള പോയിന്റ് ആലോചിക്കുക. എന്നിട്ട് എന്താ ആലോചിക്കുക, നമ്മുടെ ചുറ്റും കാണുന്ന ജീവികളെ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ആയിട്ട് കിട്ടും അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി, സവിശേഷതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതാണ് സസ്തനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അതുപോലെ ശരീരത്തിൽ രോമങ്ങൾ ഒരുപാട് ഉണ്ടാകും. ഇപ്പൊ പശുവിന്റെ അടുത്ത് നോക്കി, അല്ലെങ്കിൽ ആടെടുത്ത് നോക്കി, എല്ലാത്തിന്റെയും പുറത്ത് എന്തുണ്ട്, രോമങ്ങൾ ഉണ്ട് അല്ലെ. സോ അതൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് പറയാം. ചെവിക്കുടയുണ്ട്, അതാ ചെവിക്കുടയുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് എന്താണ്, എല്ലാ ജീവികളിലും കാണാൻ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെവിക്കുട കാണാൻ പറ്റും അല്ലെ. സോ ഇതെല്ലാം എന്താണ്, പാലൂട്ടി വളർത്തുന്ന സസ്തനികളായിട്ടുള്ള ആളുകളുടെ മാമൽസിന്റെ സ്പെഷ്യാലിറ്റി ആണ്. ഗിവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്, ഹെയർ ഓൺ ദ ബോഡി ആൻഡ് പ്രസൻസ് ഓഫ് പിന്ന അല്ലെ. ഈ ഒരു സാധനം ഇവിടെയുള്ള ഈ ഒരു പോർഷൻ നമുക്ക് വേണമെങ്കിൽ പിന്ന എന്ന് പറയാം. അപ്പൊ പിന്ന, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് കാണിക്കുന്നുണ്ട്. സോ മാമൽസ് എന്താണ്, മാമൽസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് നോക്കി വെക്കാം. അതിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്, അതാണ് ബാറ്റ്, നമ്മുടെ വവ്വാല് അല്ലെ. വവ്വാലിന് പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ അല്ലെ. വവ്വാലിനൊന്നും പേടിയൊന്നുമില്ലല്ലോ അല്ലെ. മിസ്സിന് ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട് വവ്വാലിന്. അപ്പൊ ഈ വവ്വാലിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ പറക്കുന്ന സസ്തനിയാണ്. ഓക്കെ. സാധാരണ പക്ഷികൾ എന്താ ചെയ്യാ, മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇവിടെ ഒരു മാറ്റമുണ്ട്, പറക്കുന്ന ഒരു സസ്തനയാണ് നമ്മുടെ വവ്വാൽ. ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാൻ സഹായിക്കുന്നത്. മുന്നിൽ ഈ കാണുന്നത് അതുപോലെ ചിറക് പോലെ കാണുന്ന ഈ സാധനമാണ് പറക്കാൻ സഹായിക്കുന്നത്. പക്ഷികളെ പോലെ തോന്നുമെങ്കിലും ഇവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ്. സോ പക്ഷികളുടെ കേസിൽ തന്നെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരാളാണ് നമ്മുടെ മാമൽ ആയിട്ടുള്ള ആര്, നമ്മുടെ വവ്വാല, ബാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? സോ എന്താണ്, the bat is a flying mammal. Webbed forelimbs help to fly. അത് ഫ്ലൈ ചെയ്യാൻ വേണ്ടി webbed forelimb ഹെൽപ്പ് ചെയ്യുന്നു. True, the bats resemble birds. They give birth to young ones and feed them milk. അപ്പൊ മിൽക്ക് ഫീഡ് ചെയ്യിപ്പിക്കാൻ ചെയ്യുന്നുണ്ട് ആര്, നമ്മുടെ ബാറ്റുകൾ. ക്ലിയർ അല്ലേടാ മക്കളെ, സെറ്റ് അല്ലേ? അപ്പൊ അതുപോലെ വേറെയും നിങ്ങൾക്ക് എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. ഒന്നുമില്ലെങ്കിൽ പിക്ചർ ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് പേര് എന്താണെന്ന് എഴുതി വെക്കാൻ ചോദിക്കും. അല്ല എന്നുണ്ടെങ്കിൽ മുട്ടയിടുന്ന സസ്തനികൾ ഉണ്ടോ എന്നുള്ള രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ എക്സാമ്പിളും നിങ്ങളോട് എഴുതാൻ ചോദിക്കും. സോ oviparous creatures among mammals ആണ് പ്ലാറ്റിപ്പസും എക്കിഡിനെയും. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. ഇതാണ് നമ്മുടെ പ്ലാറ്റിപ്പസ്. കുറച്ച് വലിയൊരാളാണെങ്കിൽ അത് പ്ലാറ്റിപ്പസ് ആണെന്ന് ആലോചിക്കുക. കുഞ്ഞനാണ്, മുള്ളമ്പന്നിയെ പോലെയുള്ള ആളാണെങ്കിൽ അത് എക്കിഡിനെ ആണെന്ന് ആലോചിക്കുക. ഇത് രണ്ടും എന്താണ്, മുട്ടയിട്ടിട്ട് ഉള്ള സസ്തനികളാണ്. ഓക്കെ.
ഒരു റെയർ കേസ് ആണെന്ന് പറയാം, ഉള്ളതിൽ റെയർ കേസ് ആണെന്ന് പറയാം ഈ രണ്ടുപേരെയും, പ്ലാറ്റിപ്പസിനെയും എക്കിഡിനെയും. ക്ലിയർ അല്ലേടാ? അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ജന്തുക്കളെ നമുക്ക് പ്രസവിക്കുന്നവ, മുട്ടയിടുന്നവ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്താൽ, പ്രസവിക്കുന്നവ എവിടെ കാണുടാ? കരയിൽ കാണും, വെള്ളത്തിലും കാണും ഇല്ലേ? വെള്ളത്തിനകത്ത് ആരെയെ കാണാ? ദാ നമ്മുടെ തിമിംഗലം, ഡോൾഫിൻ ഒക്കെ എവിടെയാ? വെള്ളത്തിനകത്തുള്ളതാണ്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസവിച്ച് എന്താണ് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. അതുപോലെ കരയില് നമ്മള് മനുഷ്യന്മാര് ഇല്ലേ? മനുഷ്യന്മാര് പ്രസവിക്കുന്ന ആളുകളല്ലേ? കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആളുകളല്ലേ? അപ്പൊ നമ്മളൊക്കെ കരയിലല്ലേ ഉള്ളത്. അപ്പൊ കരയിൽ നോക്കുമ്പോ മനുഷ്യൻ, പട്ടി, ആട്, പശു, ആന, കടുവ, വവ്വാൽ, ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. ക്ലിയർ? ദെൻ മുട്ടയിടുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ക്ലാസിഫൈ ചെയ്യാം. പ്രാണികളുണ്ട്, മത്സ്യങ്ങളുണ്ട്, ഉഭയജീവികളുണ്ട്, ഉരകങ്ങളുണ്ട്, പക്ഷികളുണ്ട്. അത് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാം. പക്ഷികളിൽ ഇപ്പൊ പ്രാവ്, മൈന, തത്ത, ഏത് വേണമെങ്കിലും എഴുതി വെക്കാം. ഉരകങ്ങള്, ഇഴയുന്ന ആളുകളെ നമ്മൾ ഉരകങ്ങൾ എന്ന് പറയും. പാമ്പ്, പല്ലി, മുതല, ഓന്ത്. ദെൻ ഉഭയജീവികള്, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഉഭയജീവികൾ, ആംഫിബിയൻസ് എന്ന് പറയാ. അതിപ്പോ തവള, ആമ, സെലമാൻഡർ ഒക്കെ എക്സാമ്പിൾ ആണ്. ദെൻ മത്സ്യങ്ങളുണ്ട്. മത്സ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അറിയാലോ, അയില, മത്തി, ചൂരകാര പറഞ്ഞിട്ട് ഏത് വേണമെങ്കിലും എഴുതി വെച്ചോളൂ, അതും സെറ്റ്. ദെൻ പ്രാണികളാണെങ്കിൽ കൊതുക്, പേന്, ഉറുമ്പ്, എട്ടുകാലി, പൂമ്പാറ്റ, ഇതൊക്കെ എന്താണ് മക്കളെ? നമുക്ക് ഇൻസെക്ട്സ് ആണെന്ന് പറയാം. അപ്പൊ പിസ്കസ് ആണെങ്കിൽ മാക്കുറൽ, സാൻഡ്രിൽ, ഷോക്ക്, മുല്ലറ്റ് പറയാം. ആംഫിബിയൻസ് ബോത്ത്, എവിടെ? കരയിലും കടലിലും, ലാൻഡിലും അതുപോലെ സീ അല്ലെങ്കിൽ വാട്ടറിലും ഉള്ള ആളുകളെയാണ് നമ്മൾ ആംഫിബിയൻസ് പറയാ. ഫ്രോഗ്, ടോർട്ടോയ്സ്, സെലമാൻഡർ. ദ റെപ്റ്റൈൽസ് ഉണ്ട്, ഉരകങ്ങളുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സ്നീക്ക്, ലിസാർഡ്, അതേപോലെ ക്രോക്കഡൈൽ ഒക്കെ. ബേർഡ്സിന് എക്സാമ്പിൾ ഇഷ്ടംപോലെ ഉണ്ട്. പാരറ്റ്, ഡവ്, അതേപോലെ മൈന, സ്പാരോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ഇതൊക്കെ ഓവി പാരസിൽ വരുന്നതാണ് എന്ന് മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ദെൻ വിവി പാരസിൽ വരുന്ന ആളുകളാണ് ടെറസ്ട്രിയലും അക്വാറ്റിക്കും. അക്വാറ്റിക്കില് നമ്മുടെ ഡോൾഫിനും അതേപോലെ വെയിലും. ടെറസ്ട്രിയൽ ആണെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഡോഗ്, കൗ, ഗോട്ട്, എലഫന്റ്, ടൈഗർ, ബാറ്റ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാം. സോ ജന്തുക്കളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓവി പാരസ്, വിവി പാരസ്, മുട്ടയിടുന്നവ, പ്രസവിക്കുന്നവ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അതിനുള്ള എക്സാമ്പിളുകളും പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേടെ മക്കളെ? അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ഇന്ന് പറയാനുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കോണ്ടന്റ് ആണ്. ഈ സംഭവം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ. സോ ഏറ്റവും ബേസ് ആയിട്ട് അറിയേണ്ട കാര്യമാണ്. മക്കൾ നന്നായി തന്നെ പഠിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. എക്സാമിൽ എല്ലാവരും ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കുക. സോ ഇനിയും വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വരാം. സോ അതുവരെയും ബൈ, സീ യു, ബൈ.